എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാം. ഡോക്ടർ ഫെൻസിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ്. പിന്നെ ഇതിൻ്റെ താങ്ങുകാല് നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റേൻ്റെ തന്നെ GI പൈപ്പ്, ടാറ്റേൻ്റെ 16 gauge GI പൈപ്പ് ഉപയോഗിച്ച്, താങ്ങുകാല് GI പൈപ്പ് ഉപയോഗിച്ച് 6 അടി ഹൈറ്റ്, 3 ഇഞ്ച് കണ്ണി അകലം, 2.5 mm പിന്നെ ഗേജുള്ള ടാറ്റേൻ്റെ ആയുഷ് GI വയർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമുക്ക് ഈ വർക്ക് നടക്കുന്നത് ചിക്കമാംഗ്ലൂരാണ്. ഇതെന്തിനാണ് വേലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കംപ്ലീറ്റ് റിസോർട്ടാണ്. ഇത് റിസോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ബൗണ്ടറിക്കാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആനിമൽസ് എല്ലാം ഉണ്ട്. അതായത് പിന്നെ മാനും പന്നിയും കടുവയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ രീതിയിൽ തന്നെയെല്ലാം ആൾക്കാരുടെ ഒരു സംരക്ഷണവും പിന്നെ ഒക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വേലി ചെയ്യുന്നുണ്ടാവും ഇവർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റേൻ്റെ GI പൈപ്പാണ്. ഈ GI പൈപ്പ് നമുക്ക് ഏകദേശം ഒരു 7 അടി ഹൈറ്റിൽ നമുക്ക് 1.5 അടി പിന്നെ കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു മണ്ണിന് മുകളിലേക്ക് ഒരു 6 അടി ഉണ്ടാവും. ഈ 6 അടിയിലാണ് നമ്മൾ ചെയിൻ ലിങ്ക് വലിക്കുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റമ്പൊന്നും ഉപയോഗിക്കുന്ന സാധനം നമ്മൾ പറഞ്ഞ പോലെ GI ആണ്. GIനേക്കാളും വില കുറഞ്ഞത് നമുക്ക് GP പൈപ്പുണ്ട്, MS പൈപ്പുണ്ട്. അതിൽ ഏറ്റവും കൂടിയത് ടാറ്റേൻ്റെ തന്നെ GI പൈപ്പാണ്. ഈ GI പൈപ്പ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് വെച്ചാൽ, ഇതിന് പിന്നെ മഴയുണ്ട്, വെയിലുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ ഉണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GI പൈപ്പ് ഉപയോഗിക്കുന്നത്. GI പൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പിന്നെ നല്ലത്. റേറ്റിൽ ലേശം വ്യത്യാസം വരും എങ്കിൽ കൂടി നമ്മൾ മഴയും വെയിലും കൊള്ളുന്നത് പെയിൻ്റ് അടിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ GI പൈപ്പ് ആകുമ്പോൾ നമുക്ക് ഇതവിടെ കാലങ്ങളോളം നമുക്ക് ലൈഫ് കിട്ടുന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ തുടങ്ങുന്ന ഭാഗത്തും വെൻ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ സാധാരണ രീതിയിൽ വളവുകളും വെൻറ്റുകൾ ഒക്കെ വരുന്ന സ്ഥലങ്ങളില്ലേ, അതുപോലെ ഇതിനും സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്താലേ നമുക്ക് നോർമലായി സ്ട്രെയിറ്റ് പോകുന്നിടത്ത് നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പം തുടങ്ങുന്നിടത്ത്, ഇത് കർവൊക്കെ വരുന്നിടത്ത്, തിരിയുന്നിടത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടും കൂടെ കൊടുത്താലേ നമുക്ക് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ചില സൈറ്റുകളിൽ ചിലപ്പം അഡീഷണലായിട്ട് ചിലപ്പോൾ സപ്പോർട്ടുകൾ പിന്നെ ഒരുപാട് വളവും തിരിവുകളും വരുന്നുണ്ടെങ്കിൽ അത് വേണ്ടടുത്ത് നമുക്ക് വേണ്ട പോലെ സപ്പോർട്ട് കൊടുക്കണം. അതുപോലത്തെ ഒരു സപ്പോർട്ടാണിത്. നമ്മൾ കോർണർ വെൽഡ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ.